എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇൻഫോ മിററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് +1 ഒരു പുതിയ ചാപ്റ്ററാണ്. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ്. എഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള അതിനകത്ത് നിന്ന് എടുത്ത വളരെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ഒബ്വിയസ്ലി കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള ഒരു പാഠം പഠിക്കുന്ന സമയത്ത് എപ്പോഴാണെങ്കിലും ഒരു ഡിക്ഷണറി നിങ്ങൾ അടുത്തേക്ക് കരുതിയിരിക്കുക. ഇപ്പോൾ നമ്മുടെ എല്ലാവരെയും മൊബൈൽ ഫോണിനകത്ത് ഡിക്ഷണറി ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മീനിങ്സ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഒരു പേനയും ഒരു ഡിക്ഷണറിയും അടുത്തേക്ക് തന്നെ വെച്ചിരിക്കുക. വായിച്ച് വരുമ്പോൾ ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന വേർഡ്സ് അണ്ടർലൈൻ ചെയ്ത് പോവുക. അതിൻ്റെ മീനിങ് എടുത്ത് നിങ്ങൾ അതിൻ്റെ മുകളിലേക്ക് എഴുതി വയ്ക്കുക. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിനകത്ത് കുറച്ചെങ്കിലും ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ ആ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന സമയം. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവർക്കും ബ്രിട്ടീഷുകാരുടെ ഭരണം സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുകയാണ്. ബട്ട് പ്രതികരിക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാതിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ആര് വരുന്നത്? നമ്മുടെ ഗാന്ധിജി വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം, ഗാന്ധിജിയുടെ വരവ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ ഉണർവ്, അതിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ അതിൽ നിന്നുണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. ഇത് ഞാൻ പറയുമ്പം സിനിമയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാര്യം ഇപ്പോൾ നമുക്ക് ഓരോ പാഠം പഠിക്കുമ്പോൾ നമുക്ക് അതുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷനുള്ള എന്തെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് പഠിക്കാൻ ഈസി ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ട ഒരു നല്ല സിനിമയാണ് ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ, അല്ലേ? അപ്പോൾ അതിനകത്ത് യുദ്ധം നടക്കുന്ന ഒരു സിറ്റുവേഷൻ, ശത്രുവിൻ്റെ ബലം വലുതാണ് എന്ന് കണ്ടിട്ട് നമ്മളുടെ ഭയം ആണ് നമ്മളെ അവിടെ കീഴ്പ്പെടുത്തിയത്. അപ്പം നമ്മളുടെ ബലത്തിനേക്കാൾ വലുതാണ് ശത്രുവിൻ്റെ ബലം എന്ന് കരുതുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പോരാടാനായിട്ട് പറ്റുന്നില്ല. പരാജയം മുന്നിൽ കാണുന്നു. അപ്പോൾ ആ സമയത്ത് ആര് വരുന്നു? ബാഹുബലി വന്നിട്ട് എല്ലാവർക്കും എന്ത് കൊടുക്കും? ഭയങ്കരമായിട്ട് ധൈര്യം കൊടുക്കും. എന്നിട്ട് കുറേയേറെ വാക്കുകൾ പറയുന്നു. അപ്പോൾ അതിൽ നിന്നും അവരെന്ത് ചെയ്യുന്നു? വീട് കിടക്കുന്ന ആൾ പോലും എഴുന്നേറ്റ് നിന്ന് ഐ ആം റെഡി എന്ന് പറയുന്നില്ലേ? ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിൽ ഓർക്കുക. നമ്മളുടെ ഈ ബാഹുബലി എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ വന്നിട്ട് ഈ വീണ് കിടക്കുന്നവരെ വിളിക്കുന്നത് എന്താ? വീരന്മാരെ എന്നാ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് തന്നെ എന്താണ്? ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് കോൺഫിഡൻസ്. എന്ത് തരിക? നമുക്കൊരു കോൺഫിഡൻസ് തരുക. അത് തന്നെ ഒരു തരത്തിൽ നമ്മൾക്ക് എന്ത് തരുന്നതാണ്? ധൈര്യം തരുന്നതാണ്. ഒരിക്കലും നമ്മുടെ ഗാന്ധിജിയെ ബാഹുബലിയുമായിട്ട് കമ്പയർ ചെയ്യുവല്ല. ആ ഒരു സിറ്റുവേഷനിൽ ബാഹുബലി കൊടുത്ത ധൈര്യത്തിലൂടെയാണ് അവർ ജയിച്ചത്. അതുപോലെ എന്ത് വേണം, എങ്ങനെ എന്ത് മുന്നോട്ട് പോകണം എന്നറിയാൻ വയ്യാതിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഗാന്ധിജി വരുന്നു. ഗാന്ധിജി വന്നിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ജയിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ഭീരുക്കളല്ല എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുന്നു. അവിടെയാണ് ഈ ഒരു സിറ്റുവേഷൻ. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആ സമയത്ത് എല്ലാവരും ബാഹുബലിയെ കണ്ടു, എത്രത്തോളം ധൈര്യമുള്ള മനുഷ്യനാണ് എന്ന്, എത്ര ഉയരത്തിൽ അദ്ദേഹത്തെ കാണുന്നോ ആ അതേ രീതിയിൽ തന്നെയാണ് ആരെയും ഇവിടെ കാണുന്നത്? ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ആൾക്കാർ, അത്രയും അടക്കമുള്ള നേതാക്കൾ പോലും ഗാന്ധിജി എന്ന മഹാമനുഷ്യനെ കണ്ടത്. അപ്പം ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കാര്യം ചിന്തിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അല്ല ടീച്ചർ വന്നിരുന്നത് വെറുതെ സിനിമാ കഥ പറഞ്ഞു എന്ന് കരുതി നിങ്ങളുടെ സമയം പോയി എന്ന് ആരും ചിന്തിക്കരുത്. അതല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. ഞാനത് അനുസരിച്ച് അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന കുട്ടികളുടെ അടുത്ത് ഉറപ്പായിട്ടും ഇത്തരത്തിൽ ഇങ്ങനെ കമ്പാരിസൺ വല്ലതും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സിനിമയിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കേട്ടതോ ജീവിതാനുഭവമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ആ ഒരു കോൺസെപ്റ്റ്. അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ള ഭാഗമാണ്. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics when the country was in dire need of such a leadership. Gandhiji was like a beam of light
that removed the darkness. Jawaharlal Nehru makes the right assessment of Gandhiji in his discovery of India. Read the excerpt. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് സാഹചര്യം തന്നെയാണ് റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ. അതായത് എന്താണ്, ജവഹർലാൽ നെഹ്റു പറയുന്നു ആരെ പറ്റി, ഗാന്ധിജിയുടെ ടൈംലി അറൈവൽ. അതായത് കറക്റ്റ് നമുക്ക് ഏത് സിറ്റുവേഷനിലാണോ ഗാന്ധിജി ആവശ്യമായി വന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഗാന്ധിജി വരുന്നതും, അതുപോലെ തന്നെ ഏതു രീതിയിലാണ് ഒരു വലിയൊരു ലൈറ്റിനെ പോലെ, ആ ഒരു ലൈറ്റ് ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാനായിട്ട് വന്ന ഒരു വലിയ ലൈറ്റിനെ പോലെയാണ് അന്ന് ഗാന്ധിജി വന്നത്. അപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനുമൊക്കെ അന്ന് ഇങ്ങനെ ഒരാളുടെ, ഇത്തരത്തിലൊരു പേഴ്സണാലിറ്റിയുടെ ആവശ്യം ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ളൊരു ലീഡർഷിപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ഗാന്ധിജിയെ പറ്റിയിട്ട് അദ്ദേഹം റൈറ്റ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് പറയുന്നുണ്ട് എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള വർക്കിൽ. അതിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ ആണേ. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കേണ്ടത് ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ജവഹർലാൽ നെഹ്റുവിനെ എഴുതിയിരിക്കുന്ന ജവഹർലാൽ നെഹ്റു, ഇതെടുത്തിരിക്കുന്നത് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള വർക്കിനകത്തു നിന്നാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ ഇത് ആഡ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം പാരഗ്രാഫ് വൈസ് ആയിട്ട് വായിക്കാം കേട്ടോ. വേൾഡ് വാർ ഫസ്റ്റ് എൻഡഡ് അറ്റ് ലാസ്റ്റ് and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. A bitter sense of humiliation and a passionate anger filled our people. We had become a derelict nation. Yet what could we do? How to change this vicious process? We seemed to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed, and helpless, hopeless, sank ever deeper into the morass. They did not know where to look, for neither the old nor the new offered them any hope. ഒരു വലിയ പാരഗ്രാഫാണ്. കുറേശ്ശെ മുറിച്ച് ഓരോ പാർട്ടിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. ആദ്യമേ ഇതിൻ്റെ ഒരു ടോട്ടൽ ഐഡിയ എന്ന് പറയുന്നത്, വേൾഡ് വാറിന് ശേഷം എന്താണ്, എല്ലാ പ്രോബ്ലം സോൾവ് ആവുകയല്ല ഉണ്ടായത്. കുറച്ച് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മുടെ നാട് ഇന്ത്യ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ്, അതുപോലെ കുറേ ഏറെ പ്രശ്നങ്ങൾ. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. World war first ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in the Punjab. അപ്പോൾ പഞ്ചാബിൻ്റെ ഭാഗം അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് എന്താണ്, അടിച്ചമർത്തലും നല്ല രീതിയിലുള്ള ഒരു നിയമമായിരുന്നില്ല ആ സമയത്ത് അവിടെ നിലനിന്നിരുന്നത്. എന്താണ്, അടിച്ചമർത്തലുള്ള ഒരു ഭരണമായിരുന്നു ആ സമയത്ത് പഞ്ചാബിൽ ഉണ്ടായിരുന്നത്. ആ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലിയേഷൻ, എന്താണ് ഹ്യൂമിലിയേഷൻ, അപമാനം, അല്ലെങ്കിൽ നമ്മളെ എന്താണ് താഴ്ത്തിക്കെട്ടില്ലേ, ആ രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് ആ സമയത്ത്. ആൻഡ് എ പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ. വി ഹാഡ് ബിക്കം എ ഡെറലിക്ട് നേഷൻ. അപ്പോൾ എന്താണ്, നമ്മൾക്ക് തന്നെ നമ്മളോട് എന്താണ് ദേഷ്യം തോന്നും. കാര്യം എന്താ, നമ്മളെ കാണുന്നത്, മറ്റുള്ളവർ കാണുന്നത് ഏത് രീതിയിലാണ്, ഒരു ഉപേക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ എന്താ ഒന്നിനും കൊള്ളാത്ത രീതിയിലുള്ള ഒരു നേഷൻ എന്നുള്ള രീതിയിലാണ്. മറ്റുള്ളവരാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, നമ്മളല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അപ്പോഴവിടെ ഉണ്ടായിരുന്നത്. Yet what could we do? How to change this vicious process? പക്ഷേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ അധർമ്മം ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. We seemed to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. എന്താണ്, നമ്മൾ എന്ത് കാണപ്പെട്ടു, നമ്മൾ വളരെ ഹെൽപ്ലെസ് ആയിട്ട് കാണപ്പെട്ടു. ഇത്തരത്തിൽ ഉള്ള ഒരു മോൺസ്റ്ററിൻ്റെ, എല്ലാ പവറുമുള്ള ഈ ഒരു മോൺസ്റ്ററിൻ്റെ മുമ്പിൽ ഞങ്ങളാകെ ഹെൽപ്ലെസ് ആണ്. നമ്മളുടെ ലിംസ് ഒക്കെ നമ്മൾ ബലമില്ലാത്തവരായി, പാരലൈസ്ഡ് ആയി പോയി, ശക്തി ക്ഷയിച്ചു പോയി. അതുപോലെ തന്നെ അവർ മൈൻഡ്സ് ഡെഡൻ, നമ്മളുടെ മനസ്സും എന്താണ് മരവിച്ചു പോയി എന്ന് പറയില്ലേ, മരവിച്ചു പോയി നമ്മുടെ മനസ്സ്. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed, and helpless, hopeless, sank ever deep into the morass. ഇനി എന്താണ്, കുറേ ഏറെ ആൾക്കാർ അവിടെ ഉണ്ട്. അവിടെ ഉള്ള നമ്മുടെ ഇന്ത്യക്കാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എന്തില്ല,
ജോലിയില്ല, അതുപോലെ തന്നെ അവർ വളരെ ഹെൽപ്ലെസ് ആണ്, എന്താണ് ഹോപ്പ്ലെസ് ആണ്, പ്രതീക്ഷയൊന്നുമില്ല, എവിടെയെങ്കിലും ഇനി രക്ഷപ്പെടാം എന്നൊരു പ്രതീക്ഷയില്ല. സാങ്ക് എവർ ഡീപ്പർ ഇൻ ടു ദി മൊറാസ്, എന്താണ് അവരാകെ എന്താണ് ഇതുപോലത്തെ പുരോഗതിയൊന്നുമില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ആകെ വിഷമത്തിൽ അവർ മുങ്ങിപ്പോയിരിക്കുകയാണ്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഒരു കൂട്ടം, അതിൽ അവരും ജോയിൻ ചെയ്യേണ്ടി വന്നു. അതായത് ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായി. അവരുടെ അവസ്ഥ ഇപ്പോഴെന്താണ്? ഹെൽപ്ലെസ് ആണ്, ഹോപ്പ്ലെസ് ആണ്, സാങ്ക് എവർ ഡീപ്പ് ഇൻ ടു ദി മൊറാസ്. ഒന്നും ചെയ്യാനില്ല, അങ്ങനെയുള്ള ഒരു എന്താണ് പുരോഗതി ഒന്നും ഉണ്ടാവില്ല, ഇനി രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ചിന്തയിൽ മുഴുകിപ്പോയ ആൾക്കാർ. ദേ ഡിഡ് നോട്ട് നോ വെയർ ടു ലുക്ക് ഫോർ നൈദർ ദ ഓൾഡ് നോർ ദ ന്യൂ ഓഫേർഡ് ദം എനി ഹോപ്പ്. അവർക്ക് എങ്ങോട്ടാണ്, എന്ത് വേണം, എങ്ങോട്ട് നോക്കണം, എങ്ങോട്ട് പോകണം, എവിടെയാണ് ഒരു പിടിവള്ളി എന്ന് അവർക്കറിയില്ല. അതുപോലെ തന്നെ പ്രായമായവർക്ക് അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്കോ ഒന്നും അവർക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുടെ നാമ്പ് പോലും നൽകാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ല. അത്രത്തോളം കേഴ്സീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ആ സമയത്ത് ഉണ്ടായത്. ഇനിയാണ് നമ്മുടെ ഗാന്ധി വരുന്ന കാര്യമൊക്കെ പറഞ്ഞത്. ഇപ്പം പറഞ്ഞത് അതിന് മുൻപ് വരെയുള്ള നമ്മളുടെ ഇന്ത്യയുടെ അവസ്ഥയാണ്. ഓക്കെ, what could we do? How could we pull India out of this quagmire of poverty and defeatism? Not for a few days of excitement and agony and suspense, but for long generations our people had offered their blood and toil, tears and sweat. And this process had eaten its way deep into the body and soul of India, poisoning every aspect of her life. എന്താണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. വാട്ട് കുഡ് വി ഡു, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഹൗ കുഡ് വി പുൾ ഇന്ത്യ ഔട്ട് ഓഫ് ദിസ് കോക്മയർ ഓഫ് പോവർട്ടി ആൻഡ് ഡിഫീറ്റിസം. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇതുപോലൊരു പരാജയത്തിൽ നിന്നും ഇന്ത്യ നമ്മൾ എങ്ങനെയാണ് വലിച്ചു മാറ്റേണ്ടുന്നത് എന്ന് ആലോചിക്കുന്നു. നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആഗണി ആൻഡ് സസ്പെൻസ്, ബട്ട് ഫോർ ലോങ് ജനറേഷൻസ് അവർ പീപ്പിൾ ഹാഡ് ഓഫേർഡ് ദെയർ ബ്ലഡ് ആൻഡ് ടോയിൽ, ടിയേഴ്സ് ആൻഡ് സ്വെറ്റ്. എന്താണ് നമ്മളുടെ ജനങ്ങൾ ഏറെ വർഷം, കുറച്ച് വർഷം കൊണ്ടല്ല, നോട്ട് ഫോർ എ ഫ്യൂ ഇയേഴ്സ്, കുറച്ച് വർഷം കൊണ്ടല്ല, ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ആഗണി ആൻഡ് സസ്പെൻസ്, ബട്ട് ഫോർ ലോങ് ജനറേഷൻസ്. എന്താണ് വളരെ കുറച്ച് വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല ഇത് എത്രയോ ജനറേഷൻസിന് മുന്നേ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുറേയേറെ കാലമായിട്ട് തന്നെ നമ്മളുടെ ജനങ്ങൾ അവരുടെ അധ്വാനവും അവരുടെ വിയർപ്പും കണ്ണുനീരും എല്ലാം ആർക്ക് വേണ്ടി ഇത്രയും നാളും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നാടിന് വേണ്ടി ഇത്രയും നാളും അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. And this process had eaten its way deep into the body and soul of India, poisoning every aspect of her life. അതുപോലെ ഈ പ്രോസസ്സ് അവിടെ നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? നമ്മളുടെ ഇന്ത്യയുടെ ബോഡിയെയും സോളിനെയും ഒക്കെ ഒരുപോലെ ബാധിക്കുന്നു. അത് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോയിസണിങ് എവറി ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. നമ്മളുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗത്തെയും അത് പോയിസൺ ചെയ്തുകൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വിഷം പോലെ ഇപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും അതിൽ നിന്ന് മോചനമില്ല. കുറച്ച് വർഷമായിട്ടുള്ളൂ ഇത് തുടങ്ങിയിട്ട്, അങ്ങനെയാണോ? അല്ല, ജനറേഷൻസ് മുന്നേ ഇങ്ങനെ തന്നെയാണ് ഇത് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം. അപ്പോഴാര് വന്നു? ഗാന്ധിജി വന്നു. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths, like a beam of light that pierced the darkness and removed the scales from our eyes, like a whirlwind that upset many things, but most of all the walking of people's minds. He did not descend from the top. He seemed to emerge from the millions of India, speaking their language. ഇനി എന്താണ്? ഗാന്ധിജി വരുന്നു. അദ്ദേഹം വരുമ്പോൾ ഉണ്ടാകുന്ന സിറ്റുവേഷൻ. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths. എന്താണ്? ആ ആളുകൾക്ക് ഗാന്ധിജി വരുന്ന ആ ഒരു സമയം, ഗാന്ധിജി വരുന്നത് എന്താ? ഒരു ഫ്രഷ് എയർ പോലെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എന്ത് ചെയ്യുന്നു? അവർക്ക് ഡീപ്പ് ബ്രീത്ത് എടുക്കാനായിട്ട് ആ ആൾക്കാർക്ക് സാധിച്ചു. അവർക്ക് സ്വന്തമായിട്ട് അവരൊന്ന് സ്ട്രെച്ചായി എന്ന് പറയുന്നു. ഗാന്ധിജിയുടെ ആ ഒരു പ്രവാഹം കൊണ്ട്, ആ ഒരു ഫ്രഷ് എയറിൻ്റെ പ്രവാഹം, അങ്ങനെയാണ് ഗാന്ധിജി അവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ആ ആൾക്കാർക്ക് തന്നെ എന്താണ് വളരെയധികം ഈ സ്ട്രെച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് ഒരു റിലാക്സേഷൻ പോലെയാണ് അവിടെ പറയുന്നത്. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദി ഡാർക്ക്നെസ് ആൻഡ് റിമൂവ് ദി സ്കെയിൽസ് ഫ്രം അവർ ഐസ്,
like a whirlwind that upset many things but most all the working of people's minds. അപ്പോൾ ഒരെണ്ണം പറഞ്ഞു ലൈക്ക് എന്തുപോലെ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ഒന്ന്, അടുത്തത് എന്താണ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ്. ഇനി ഗാന്ധിജി വന്നത് എന്തുപോലെയാ, ബീം ഓഫ് ലൈറ്റ് പോലെ, പ്രകാശത്തിന്റെ ഒരു പ്രഭ പോലെയാണ് വന്നത്. അതെങ്ങനെയായിരുന്നു, ദാറ്റ് പിയേഴ്സ് ദി ഡാർക്ക്നെസ്, എവിടെ ഡാർക്ക്നെസ്സിൽ തുളഞ്ഞു കയറിപ്പോയി, ആൻഡ് റിമൂവ് ദി സ്കെയിൽസ് ഫ്രം അവർ ഐസ്, കണ്ണിൽ നിന്നും ആ ഇരുട്ടിന്റെ മറയങ്ങ് നീക്കി. ഇനി മൂന്നാമത്തത് പറയുന്നത് എങ്ങനെയാണ്, ലൈക്ക് എ വേൾവിൻ, ഒരു ചുഴലിക്കാറ്റ് വരുന്നത് പോലെ വന്നു, ദാറ്റ് അപ്സെറ്റ് മെനി തിങ്സ്, അത് മറ്റു ഒരുപാട് കാര്യങ്ങളെ പേടിപ്പെടുത്തും. അത് എന്തുപോലെ, എന്തിനെയാണ്, ഈ ഭരണത്തെ ആയിരിക്കാം പേടിപ്പെടുത്തിയത്. ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ ദ വർക്കിംഗ് ഓഫ് പീപ്പിൾസ് മൈൻഡ്സ്, പക്ഷെ എന്താണ്, കൂടുതലും ആരുടെ മനസ്സിനെ വർക്ക് ചെയ്യിപ്പിച്ചു, അത് ജനങ്ങളുടെ മനസ്സിനെ. ഹി ഡിഡ് നോട്ട് ഡിസെൻഡ് ഫ്രം ദി ടോപ്പ്, അദ്ദേഹം മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആളല്ല. He seemed to emerge from the millions of India speaking their language. അതെന്താണ്, മില്യൺസ് ഓഫ് ഇന്ത്യൻസ്, സാധാരണക്കാരായ ആൾക്കാർ, അവരുടെ ഇടയിൽ നിന്ന് വന്ന് അവരുടെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളാണ് ആര്, ഗാന്ധിജി. അല്ലാതെ ഉയരത്തിൽ നിന്ന് ജീവിച്ച ഒരാൾ, അല്ലെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങി വന്ന ഒരാളല്ല ആര്, ഗാന്ധിജി. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. Political freedom took a new shape and then acquired a new content. But that, he said, we only partially accepted or sometimes did not accept at all. എന്താണ്, ഇനി ഗാന്ധിജി വരുന്നു. ഗാന്ധിജി എന്താ പറയുന്നത്, get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. എന്താ ആദ്യമേ തന്നെ പറയുന്നത്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്, ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ടാക്കുന്നത് എന്താണ്, പോവർട്ടിയും മിസറിയുമാണ്, ദാരിദ്ര്യവും അതുപോലെ മറ്റ് പ്രശ്നങ്ങളും മാത്രം ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ചൂഷണം ഉണ്ടാക്കുന്നു, എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ എന്ത് ചെയ്യണം, ഗെറ്റ് റിഡ് ഓഫ്, അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, സ്വതന്ത്രനായി മാറുക. അങ്ങനെയുള്ള ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ നമ്മൾ കൈപിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരെണ്ണത്തിൽ നിന്നും നമ്മൾ ആദ്യമേ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങ് സ്വതന്ത്രമായി മാറുക. Political freedom took a new shape and then and acquired a new content. ആ സമയത്താണ് എന്ത്, പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പുതിയ ഷേപ്പും പുതിയൊരു അർത്ഥവും അതിന് ഉണ്ടാകുന്നത്. Much that, he said, we only partially accepted or sometimes did not accept at all. വീണ്ടും ഗാന്ധിജി കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. Much that, he said, we only partially accepted or sometimes did not accept at all. അത് കുറച്ചൊക്കെ നമുക്ക് പകുതിയെ മനസ്സിലായിട്ടുള്ളൂ, പകുതിയെ അക്സെപ്റ്റ് ചെയ്തുള്ളൂ, ചിലത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി, ഇതെല്ലാം പക്ഷേ സെക്കൻഡറി ആയിരുന്നു. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് ആൻഡ് ആക്ഷൻ allied to these, always keeping the welfare of the masses in view. The greatest gift for an individual or a nation, so we have been told in our ancient books, was abhaya, means fearlessness, nor merely boldly courage, but the absence of fear from the mind. അത്രയും നോക്കാം. The essence of his teaching was fearlessness and truth. അപ്പോൾ ഗാന്ധിജിയുടെ എന്താണ്, ഗാന്ധിജി പറയുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കുന്നതിൻ്റെ എസൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സാരാംശം എന്ത് തന്നെയാണ്, ഫിയർലെസ്നെസ് ആണ്, പേടിയില്ലാതിരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യസന്ധത. ആൻഡ് ആക്ഷൻ allied to these, ഇനി എന്താണ്, അതുപോലെ തന്നെ അതിന് ആക്ഷൻ, അതിന് അനുബന്ധമായി ആക്ഷനുമുണ്ട്. ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദി മാസസ് ഇൻ വ്യൂ. ഇനി എന്താണ് എപ്പോഴും നോക്കുന്നത്, ജനങ്ങളുടെ വെൽഫെയർ, അതായിരുന്നു അതിന് പ്രാധാന്യം. ദി ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ an individual or a nation, so we had been told in our ancient books, was abhaya, fearlessness, not merely boldly courage, but the absence of fear from the mind. അപ്പോൾ ഏറ്റവും വലിയ കറേജ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരുന്നു, അഭയ എന്ന് പറഞ്ഞാൽ എന്താ, ഫിയർലെസ്നെസ്, പേടി ഇല്ലാതാവുക, അതാണ് ഏറ്റവും വലിയ കറേജ്. നോട്ട് മിയർലി ബോഡ്ലി കറേജ്, അതെന്താണ്, ശരീരത്തിൻ്റെ കറേജ് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അല്ല. ബട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദി മൈൻഡ്, നമ്മുടെ മനസ്സിൽ നിന്നും ഫിയറിനെ മാറ്റുക, അതും അവിടെ ഉദ്ദേശിക്കുന്നു. ഏറ്റവും വലിയ ഗിഫ്റ്റ് ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു നേഷൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഫിയർലെസ്നെസ് ആണ്, പേടിയില്ലാത്ത അവസ്ഥയാണ്. അത് ശാരീരികമായി മാത്രമല്ല മാനസികമായും.
The dominant impulse in India under British rule was that of fear. Pervasive, oppressing, strangling fear, fear of the army, the police, the widespread secret service, fear of the official class, fear of laws meant to suppress and of prison, fear of the landlord's agent, fear of the money lender, fear of unemployment and starvation, which are always on the threshold. ഇനി എന്താ പറയുന്നത്? ഫിയറിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ഫിയർലെസ്നെസ്സും ട്രൂത്തും വേണം. അപ്പോൾ ഇനി ഫിയർ എന്തൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ദി ഡോമിനന്റ് ഇമ്പൾസ് ഇൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ വാസ് ദാറ്റ് ഓഫ് ഫിയർ. ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടാക്കിയ ഒരു സംഭവം എന്തായിരുന്നു? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാക്കിയ ഒരു ഇമ്പൾസ് എന്തായിരുന്നു? ഫിയർ. നമുക്ക് എല്ലാത്തിനെയും പേടിയായിരുന്നു ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത്. എന്തിനെയൊക്കെ പേടിച്ചിരുന്നു? അത് എങ്ങനെയായിരുന്നു ആ ഫിയർ? ഏത് തരത്തിലുള്ള ഫിയർ ആയിരുന്നു? ഇറ്റ് ഈസ് പെർവേസീവ്, വ്യാപിക്കുന്നതായിരുന്നു. ഒപ്രസിങ് ആയിരുന്നു, എന്ന് വെച്ചാൽ എന്താ? അടിച്ചമർത്തപ്പെട്ട രീതിയിലുള്ളത്. അതുപോലെ തന്നെ സ്ട്രാംഗ്ലിംഗ് ഫിയർ, നമ്മളെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. ഫിയർ ഓഫ് ദി ആർമി, ഇനി എന്തിനെയൊക്കെ പേടിച്ചത്? നമ്മൾ ആർമിയെ പേടിച്ചു, അതുപോലെ പോലീസിനെ പേടിച്ചു, ദി വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസുകൾ, അതിനെയൊക്കെ നമ്മൾ പേടിച്ചു. ഫിയർ ഓഫ് ദി ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്സിനെ പേടിച്ചു. ഫിയർ ഓഫ് ലോസ്, എന്താണ്? നിയമം. അതെങ്ങനെ? മെൻ ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ, സപ്രസ് ചെയ്യുന്നതും പ്രിസണും, അതായിരുന്നു എന്ത്? ലോസ് എന്ന് പറഞ്ഞ അന്നത്തെ, അതിനെ നമ്മൾ പേടിച്ചു. ഫിയർ ഓഫ് ദി ലാൻഡ് ലോഡ്സ് ഏജന്റ്, അല്ലേ? ലാൻഡ് ലോഡ് ഉണ്ടല്ലോ, ഭൂവുടമകളുടെ ഏജന്റുകളെ നമ്മൾ പേടിച്ചു. ഫിയർ ഓഫ് ദി മണി ലെൻഡർ, പൈസ കടം തന്നില്ലേ, അവരെ നമ്മൾ പേടിച്ചു. ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ, അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും പട്ടിണിയും ഒക്കെ നമ്മൾ പേടിച്ചു. വിച്ച് വെർ ഓൾവേസ് ഓൺ ദി ത്രഷോൾഡ്, ഇതെല്ലാം എപ്പോഴും നമ്മളുടെ വാതിൽപ്പടിയിൽ തന്നെ വന്ന് നിൽക്കുകയാണ്, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിടിവിടാം. അപ്പോൾ ആ ഒരു പേടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അന്ന് ഉണ്ടായിരുന്നു. It was against this all-pervading fear that Gandhiji's quiet and determined voice was raised. Be not afraid. അപ്പോൾ എന്താ സംഭവം? It was against this all-pervading fear that Gandhi's quiet and determined voice was raised. ഇതിനെതിരെ അപ്പോൾ എന്താ? ഗാന്ധിജി സംസാരിച്ചു. വളരെ അധികം ക്വയറ്റായിട്ടുള്ള എന്നാൽ ഉറച്ച രീതിയിലുള്ള വോയിസ്, ഡിറ്റർമിൻഡ് വോയിസ് ആണ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള വോയിസ് ആണ്, എങ്കിലും അത് ഉറച്ച തീരുമാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വോയിസ് ആണ്. അത് സംസാരിച്ചു, അത് ഉയർന്നു. എന്തിനു വേണ്ടി ഉയർന്നു? എന്തിനെതിരെ ഉയർന്നു? ഈ ഫിയറിനെതിരെ. ഏത് ഫിയർ? ഇറ്റ് വാസ് അഗെൻസ്റ്റ് ഓൾ ദിസ് പെർവേഡിങ് ഫിയർ, ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന, എന്ന് വെച്ചാൽ എന്താ? പകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫിയറിനെതിരെയാണ് ഗാന്ധിജിയുടെ ക്വയറ്റ് ആയിട്ടുള്ള, ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ആ ഒരു വോയിസ് ഉയർന്നത്. ബി നോട്ട് അഫ്രൈഡ്, എന്താണ്? നിങ്ങൾ ഭയക്കാൻ പാടില്ല. വാസ് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്? നോട്ട് ക്വയറ്റ് ആൻഡ് യെറ്റ് ഫിയർ ബിൽഡ്സ് ഇറ്റ്സ് ഫാൻറ്റംസ് which are more fearsome than really itself, and reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. എന്താണ്? ഇവിടെയാണ് ഗാന്ധിജി പറഞ്ഞ ആ ഒരു തത്വം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത്. എന്താ പറയുന്നത്? നമ്മൾ ഭയപ്പെടാൻ പാടില്ല. പിന്നെ എന്താണ്? നമ്മൾ അത് വാട്ട് ഇറ്റ് സോ സിമ്പിൾ ആസ് ഓൾ ദാറ്റ്, പറയുന്ന അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ളതാണോ? അത് നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെയാണ് പറയുന്നത്? ഫിയർ ബിൽസ് ഇറ്റ്സ് ഫാൻറ്റംസ്, ഫിയറിന് ഒരു കപടമായ വേറൊരു മുഖമുണ്ട്. അത് എന്താണ്? ഒരു മിഥ്യാരൂപം അല്ലെങ്കിൽ ഒരു മായാരൂപമുണ്ട്. അത് പേടിപ്പെടുത്തുന്നതാണ്. ഈ ഫിയറിന് അങ്ങനെ ഒരു രൂപം കൂടി ഉണ്ട്. വിച്ച് ആർ മോർ ഫിയർസം ദാൻ റിയലി ഇറ്റ്സെൽഫ്. മനസ്സിലായോ? അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനെങ്കിലും പേടിക്കുമ്പോൾ അത് റിയാലിറ്റി അല്ല, നമ്മൾ പേടിക്കുന്നതിന് ഒരു മിഥ്യാരൂപമുണ്ട്. അതാണ് ഫാൻറ്റം എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി പേടിപ്പെടുത്തുന്നതാണ് നമ്മൾ. മനസ്സിലായോ? നമ്മൾ എന്തോ ഒന്നിനെ പേടിക്കുന്നു, അപ്പം ആ ഒരു പേടി ഉണ്ടാക്കുന്ന ഒരു കപടമായ അല്ലെങ്കിൽ മിഥ്യയായിട്ടുള്ള വേറൊരു രൂപമുണ്ട്. അതാണ് കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ചിലപ്പോൾ റിയാലിറ്റിയിൽ അതൊന്നും ഉണ്ടാകില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ പേടി കിടക്കുന്നിടത്തോളം അതെന്തോ എന്തോ ഒന്ന് ഭയങ്കരമായ ഒന്നാണെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ആദ്യമേ ആ ഫിയറിനെ എടുത്ത് കളയുക. ആൻഡ് റിയാലിറ്റി, വെൻ കാംലി അനലൈസ്ഡ് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് വില്ലിംഗ്ലി അക്സെപ്റ്റഡ്, ലോസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെയർ. ഇനി നമ്മൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. എന്തെങ്കിലും ഒന്നും നമ്മൾ സംഭവിക്കാൻ പോകുന്നു, അതിനെ നമ്മൾ റിയാലിറ്റി ആയിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഫിയർ മാറ്റി വെച്ചുകൊണ്ട് റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസിനെ, നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ നമ്മൾ പേടിക്കുന്നത് അതുകൊണ്ടാണല്ലോ, മിസ്റ്റേക്സ് വരുത്തുന്നതുകൊണ്ടാണല്ലോ.
അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസിനെ നമ്മൾ പേടിക്കുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോൺസിക്വൻസസിനെ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ വില്ലിങ്ങിലി നമ്മൾ തന്നെ വില്ലിങ് ആണ്, എന്ത് കോൺസിക്വൻസസ് വന്നാലും അത് ഞാൻ വില്ലിങ് ആണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ലൂസസ് മച്ച് ഓഫ് ഇറ്റ്സ് ടെറർ. അത് നമ്മളെ ഈ പേടി മുഴുവനും മിക്കവാറും എല്ലാം മാറ്റും. നമ്മളതിന് വില്ലിങ് ആവാതെ നമ്മൾ ആ ഒരു കോൺസിക്വൻസസ് എത്രയോ ഭയങ്കരമായിരിക്കും, അതിൻ്റെ ഫാൻറ്റമാണ് നമ്മളുടെ മനസ്സിൽ, മിഥ്യാരൂപം നമ്മുടെ മനസ്സിൽ കോൺസിക്വൻസസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് കരുതി ആ ഒരു ഫിയർ മനസ്സിൽ കൊണ്ട് നടക്കണം. അപ്പോൾ അതാദ്യമേ ഒഴിവാക്കിയാൽ റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്താൽ എല്ലാ കോൺസിക്വൻസസും നമ്മൾ നേരിടാൻ വില്ലിങ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഫിയർ നമ്മളെ എന്ത് ചെയ്യില്ല, പേടിപ്പെടുത്തില്ല. So suddenly, as it were, that black pall of fear was lifted from the people's shoulders. Not wholly, of course, but to an amazing degree. എന്താണ് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? As it were, that black pall of fear was lifted from the people's shoulders. അപ്പോൾ എന്താണ്, ഫിയറിൻ്റെ ഒരു പുതപ്പ് ആൾക്കാരുടെ തോളിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവരുടെ തോളിൽ നിന്നും അതങ്ങ് മാറി. നോട്ട് ഹോളി ഓഫ് കോഴ്സ്, പൂർണ്ണമായുമില്ല എങ്കിലും ബട്ട് ടു ആൻ അമേസിങ് ഡിഗ്രി, വിചാരിക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിൽ അത്രത്തോളം ഉയരത്തിൽ അത് മാറി. പൂർണ്ണമായും മാറി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു ചേഞ്ച് അവിടെ ഉണ്ടായി. എന്തിൻ്റെ? ഫിയറിൻ്റെ. ആസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫോൾസ്ഹുഡ്, സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്. The Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. It was a psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of its complexes, exposed them to his view, and thus rid him of that burden. ആദ്യത്തെ കുറച്ച് ഭാഗം നമുക്ക് നോക്കാം. എന്താണ്? അസ് ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫോൾസ്. ഫിയർ എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണകൾക്ക് അല്ലെങ്കിൽ കള്ളത്തരത്തിന് ഒക്കെ കൂട്ടാണ് ഫിയർ. അതുപോലെ സോ ട്രൂത്ത് ഫോളോസ് ഫിയർലെസ്നെസ്, അതുപോലെ തന്നെ സത്യം എന്തിൻ്റെ കൂടെ പോകുള്ളൂ? എപ്പോഴും പേടിയില്ല. തെറ്റ് ചെയ്യാതെ സത്യസന്ധമായി ജീവിക്കുന്നവർ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ കൂട്ട് എപ്പോഴും എന്തായിരിക്കും? സത്യത്തിൻ്റെ ഫിയർലെസ്നെസ് ആയിരിക്കും. ദ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് മോർ ട്രൂത്ത്ഫുൾ ദാൻ ദേ വെയർ. എന്താണ് ഇന്ത്യൻ പീപ്പിൾ? എങ്ങനെ അല്ല, അവരെ എത്രത്തോളം എന്താണോ ഇന്ത്യൻ പീപ്പിൾ ഡിഡ് നോട്ട് ബിക്കം മച്ച് ഫോർ ട്രൂത്ത്, അവർ എങ്ങനെയാണോ അതിൽ കൂടുതൽ ട്രൂത്ത്ഫുൾ ആവാനായിട്ട് അവരൊരിക്കലും ചെയ്യില്ല. അവരെങ്ങനെയാണോ അങ്ങനെയാണ്, മോർ ട്രൂത്ത്ഫുൾ ഒന്നും അവർ ആകില്ല. നോർ ഡിഡ് ദേ ചേഞ്ച് ദിയർ എസെൻഷ്യൽ നേച്ചർ ഓവർ നൈറ്റ്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ ആ ഒരു കംപ്ലീറ്റ് നേച്ചർ ഒന്നും പെട്ടെന്ന് മാറ്റില്ല. നെവർട്ട്ലെസ് എ സീ ചേഞ്ച് വാസ് വിസിബിൾ ആസ് ദ നീഡ് ഫോർ ഫോൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ ലെസൻഡ്. പക്ഷേ എങ്ങനെയൊക്കെ ഇരുന്നാലും അങ്ങനെയൊക്കെ പറഞ്ഞാലും, അതായത് ഇന്ത്യൻ പീപ്പിൾ അങ്ങനെയൊന്നും അല്ല, ഒറ്റ രാത്രി കൊണ്ട് മാറില്ല, അല്ലെങ്കിൽ ഒറ്റ രാത്രി അല്ല അവർ റിയലി എങ്ങനെയാണോ അതിൽ കൂടുതലൊന്നും ട്രൂത്ത്ഫുൾ ആവില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടായി. സീ ചേഞ്ച് എന്നാണ് ഒരു വലിയൊരു ചേഞ്ച് എന്നുള്ള അർത്ഥം. സീ ചേഞ്ച് വാസ് വിസിബിൾ, ഒരു വലിയ ചേഞ്ച് അവിടെ കാണപ്പെട്ടു. ആസ് ദ നീഡ് ഫോർ ഫോൾസ്ഹുഡ് ആൻഡ് ഫർട്ടീവ് ബിഹേവിയർ ലെസൺ. എന്താണ്? കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ കപടമായ സ്വഭാവങ്ങളൊക്കെ കുറഞ്ഞു. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. എന്താണ്? ഒരു സൈക്കോളജിക്കൽ ചേഞ്ചാണ്. ഓൾമോസ്റ്റ് ആസ് ഇഫ് സം എക്സ്പേർട്ട് ഇൻ സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ്സ് ഹാഡ് പ്രോബ്ഡ് ഡീപ്പ് ഇൻ ടു ദി പേഷ്യൻസ് പാസ്റ്റ്. ഇല്ലേ, കുറേ ഡോക്ടേഴ്സ്, സൈക്കോളജിസ്റ്റ്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കുറേ ഡോക്ടേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നാൽ അവരുടെ പാസ്റ്റിലെ കുറേ കാര്യങ്ങൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അവർ എന്ത് കണ്ടുപിടിക്കും? ഫൈൻഡ് ഔട്ട് ദ ഒറിജിൻസ് ഓഫ് ഹിസ് കോംപ്ലക്സസ് അല്ലേ. ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ദിവസം പ്രോബ്ലം ഉണ്ടാവുന്നതല്ല, അവർ പാസ്റ്റിൽ എവിടെയെങ്കിലും അവരുടെ ഈ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരിക്കും. എന്താണ് ആ ഒരു കാര്യം? അവർക്ക് പണ്ടുണ്ടായിരുന്ന ഈ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്നത് എന്നുള്ള രീതിയിൽ അത് അവരെ മുന്നിൽ വെളിപ്പെടുത്തും. അതിനുശേഷം അവരോട് പറയും, ഈ ഒരു പ്രോബ്ലത്തിൽ നിന്നും നിങ്ങൾ മാറാം.
ഇപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി, നമ്മളെ പാസ്റ്റിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അപ്പം അത് കണ്ടെത്തി ആ ഒരു കാര്യത്തിൽ നമ്മളെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമ്മളുടെ പ്രോബ്ലം സോൾവ് ആവും. ഈ ഒരു മെത്തേഡാണ്, സൈക്കോളജിക്കൽ മെത്തേഡാണ്, സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡാണ് ഇവിടെയും ഫോളോ ചെയ്തത്. There was the psychological reaction also. അപ്പം എന്താണ്, സൈക്കോളജിക്കൽ മെത്തേഡാണ് ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ തിരിച്ചെന്താ ഉണ്ടാവും, അതിനൊരു റിയാക്ഷനും ഉണ്ടാകും. A feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. എന്താണ് ഇനി അതിൻ്റെ റിയാക്ഷൻ നമ്മളടുത്ത് പറയുകയാണ്. അപ്പം നമുക്ക് തന്നെ നമ്മൾ ഇത്രയും മോശപ്പെട്ട ഒരു ഭരണത്തിന് കീഴിലാണോ ഞങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ അടിയറവ് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതം ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നിവിടെ വെളിപ്പെടുത്തുവാണ്. എന്താണ്, നമ്മൾ തന്നെ മനസ്സിലാക്കുവാണ്. നമ്മളുടെ ഒരു സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ് ഇവിടെ പറഞ്ഞത് അതാണ്. ചെറിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴോ മായാതെ കിടന്ന ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിൽ തന്നെ റിവീൽ ചെയ്ത് കാണിക്കുന്നു. അപ്പം തന്നെ നമുക്ക് തന്നെ നാണക്കേട്, ഇങ്ങനെ ഒരു പ്രശ്നത്തിന് വേണ്ടിയാണോ ഞാൻ ഇത്രയും പേടിച്ചത് എന്ന് പറയില്ലേ. അതുപോലെ ഈ ഒരു ഇദ്ദേഹം യൂസ് ചെയ്ത മെത്തേഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? എ ഫീലിംഗ് ഓഫ് ഷെയിം, ഒരു നാണക്കേട് തോന്നി. അറ്റ് അവർ ലോങ് സബ്മിഷൻ ടു എൻ ഏലിയൻ റൂൾ, ഒരു വിദേശീയൻ്റെ ഒരു റൂളിന് വേണ്ടി, ആ ഒരു റൂളിൻ്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മളങ്ങ് അടിയറവ് പറഞ്ഞില്ലേ. അപ്പം അതിന് നാണക്കേട് തോന്നി. ദാറ്റ് ഹാഡ് ഡീഗ്രേഡഡ് ആൻഡ് ഹ്യൂമിലിയേറ്റഡ് അസ്, ഈ ഒരു റൂള് നമ്മളെ എന്ത് ചെയ്യുക, നമ്മളെ ഉയർത്തിയതാണോ? അല്ല, നമ്മളെ ഡീഗ്രേഡ് ചെയ്തു, നമ്മളെ അങ്ങ് താഴ്ത്തിക്കെട്ടി, നമ്മളെ അപമാനിച്ച ഈ ഒരു റൂളിന് ആണോ ഇത്രയും നാളും ഞാനങ്ങ് അടിയറവ് പറഞ്ഞത് എന്ന് നാണക്കേടുണ്ടായി. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് നോ ലോങ്ങർ, ഇനി ഞങ്ങൾ എന്ത് ചെയ്യില്ല, ഇതിന് മുന്നിൽ കീഴടങ്ങി കൊടുക്കില്ല. വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പരിണിത ഫലം എന്തോ ആയിക്കൊള്ളട്ടെ, ഇനി ഞങ്ങൾ ഇതിന് മുന്നിൽ കീഴടങ്ങില്ല. We did not grow much more truthful perhaps than we had been previously, but Gandhi had always there as a symbol of uncompromising truth to pull us up and shame us into truth. We did not grow much more truthful perhaps than we had been previously. നേരത്തെ നമ്മൾ കാണിച്ച അത്രയും ട്രൂത്ത്ഫുൾ ആയിരിക്കില്ല ഒരു പക്ഷേ നമ്മൾ, എങ്കിലും but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. നമ്മൾ അത്രത്തോളം ട്രൂത്ത്ഫുൾ ചിലപ്പോൾ ഇനി ആയിരിക്കില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചത്. പക്ഷേ അപ്പോഴും അവിടെ ആരുണ്ടായിരുന്നു? ഗാന്ധി ഉണ്ടായിരുന്നു. എന്തിന്? സത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അൺകോംപ്രമൈസിങ് ആയിട്ടുള്ള ട്രൂത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. സത്യസന്ധത മുറുകെ പിടിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ, എന്ന് നമ്മളെ നയിക്കാൻ ആരപ്പോഴും അവിടെ ഉണ്ടായിരുന്നു? ഗാന്ധി ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ട്രൂത്ത്? ഇനി എന്താണ് സത്യം? I do not know for certain and perhaps our truths are relative and absolute truth is beyond us. എന്താണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് സത്യം? I don't know for certain, ഉറപ്പായും പറഞ്ഞാൽ എനിക്കറിയില്ല. And perhaps our truths are relative and absolute truth is beyond us. എന്താണ് നമ്മളുടെ സത്യം എന്ന് പറഞ്ഞത് മിക്കവാറും റിലേറ്റീവാണ്, ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്താണ് മിക്കവാറും നമ്മൾ എന്ത് പറയുക, സത്യം പറയുക. ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത്, ഇനി എന്താ പരമമായൊരു സത്യമുണ്ട്, അത് പക്ഷേ നമ്മൾക്കും അപ്പുറത്താണ്. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത് ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. ഇനി ഓരോരുത്തർക്കും ട്രൂത്ത് എങ്ങനെയാണ്? ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. ഓരോ ആൾക്കാർക്കും പലതരത്തിലുള്ള വ്യൂ ആയിരിക്കും എന്തിനെ പറ്റിയിട്ടുള്ളത്? ട്രൂത്തിനെ പറ്റിയിട്ട് ഉള്ളത്. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, അല്ലേ? എല്ലാ ഇൻഡിവിജ്വലും അവരുടെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പവർഫുൾ ആയിട്ടുള്ളത്. ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്, എന്തൊക്കെ അവരെ എങ്ങനെ ട്രെയിൻ ചെയ്തു, അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ഉള്ളിലെ പ്രേരണകൾ എങ്ങനെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അവരുടെ ആ ഒരു വ്യൂ ഉണ്ടാകുന്നത്, അല്ലേ? അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഇമ്പൾസസ് ഉണ്ടാകും, അതുപോലെ നമുക്ക് കിട്ടുന്ന ട്രെയിനിങ് ഉണ്ടാകും. അതുപോലെ എല്ലാ ഇൻഡിവിജ്വൽസിനും ട്രൂത്തിനെ പറ്റിയായാലും അവരുടെ ലൈഫിനെ പറ്റിയായാലും അവർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഇങ്ങനെ കുറച്ച് ഘടകങ്ങൾ ഉണ്ട്. സോ ഓൾസോ ഗാന്ധി, അതുപോലെ തന്നെ ഗാന്ധിക്കും ഉണ്ടായിരുന്നു. ബട്ട് ട്രൂത്ത് ഈസ് അറ്റ് ലീസ്റ്റ് ഫോർ എൻ ഇൻഡിവിജ്വൽ വാട്ട് ഹി ഹിംസെൽഫ് ഫീൽസ് ആൻഡ് നോസ് ടു ബി ട്രൂ. ഇനി എന്താണ്?
ബട്ട് ട്രൂത്ത് ഈസ്, പക്ഷെ സത്യമെന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഫോർ ആൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഹീസ് ഹിംസെൽഫ് ഫീൽസ്, അവൻ എന്താണോ ഫീൽ ചെയ്യുന്നത് ആൻഡ് നോസ് ടു ബി ട്രൂ, അവൻ എന്താണ് സത്യം എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്താണ് അവന് ഫീൽ ചെയ്യുന്നത്, അതാണ് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഈ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ ഐ ഡു നോട്ട് നോ ഓഫ് എനി പേഴ്സൺ ഹു ഹോൾഡ്സ് ടു ദ ട്രൂത്ത് as ഗാന്ധി ഡസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ, ഈ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ ഗാന്ധിജിയെ പോലെ സത്യത്തെ മുറുകെ പിടിച്ച അല്ലെങ്കിൽ ഗാന്ധിജിയെ പോലെ തന്നെ സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളെ വേറെ ഒരാളെയും എനിക്ക് അറിയില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സത്യം മുറുകെ പിടിക്കുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ്? സ്പീക്ക് ഔട്ട്സ് ഹിസ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മനസ്സാണ് അദ്ദേഹം പുറത്ത് കാണിക്കുന്നത്. ആൻഡ് ഈവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ആർക്ക് കാണാം? പബ്ലിക്കിന് കാണാനും സാധിക്കും. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. ഇനി നമ്മളുടെ നാട്ടിലെ ആൾക്കാരിൽ പലരെയും ആര് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു? ഗാന്ധി ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. എങ്ങനെ? പല ഡിഗ്രിയിലാണ്. ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഗാന്ധി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തോ അത്രയും ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഓരോരുത്തരെയും ഓരോ ലെവലിലാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. സം ചേഞ്ച് ഇൻ ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്. ചിലർ അവരുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരുത്തി. അതേഴ്സ് വെയർ ഓൺലി പാർട്ട്ലി എഫക്റ്റഡ്. കുറച്ച് പേരെ വളരെ പാർട്ട്ലി അഫക്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓർ ദ എഫക്റ്റീവ് ഓർ ഓഫ് ആൻഡ് യെറ്റ് നോട്ട് ക്വയറ്റ്, ഫോർ സം പാർട്ട് ഓഫ് ഇറ്റ് കുഡ് നോട്ട് ബി ഹോളി ഷേക്കൺ ഓഫ്. Different people reacted differently and each will give us own answers to this question. ഇനി ഗാന്ധിയൻ ഐഡിയാസ് അല്ലേ? ചില ആളുകൾ എന്താണ് ഗാന്ധിയനായി പോയി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എന്താണ് ഗാന്ധിയൻ മാർഗങ്ങൾ, ഗാന്ധിയൻ ദർശനങ്ങൾ പറയുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ആൾക്കാർ അവർ ഫുള്ളി എന്തിലാണ് ഡിവോട്ടഡ് ആയിട്ടുള്ളത്? ഗാന്ധിയിലാണ്. ചിലർ പാർഷ്യലിയാണ്, ഗാന്ധിജിയുടെ ചില ഐഡിയാസ് ഫോളോ ചെയ്യുന്നു, ചില ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യുന്നു, ചില രീതികൾ ഫോളോ ചെയ്യുന്നു. അങ്ങനെ ചിലർക്ക് ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടായിരുന്നിരിക്കില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലെവലാണ് ഗാന്ധിയൻ ഐഡിയാസ് അവരെ അഫക്റ്റ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി. പല ആൾക്കാരും പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. ആൻഡ് ഈച്ച് വിൽ ഗീവ് us his own answer to this question. അപ്പോൾ ഓരോരുത്തർക്കും ഈ ഒരു ചോദ്യത്തിന് അവരുടേതായ ആൻസറും റിയാക്ഷൻസും ഒക്കെ ഉണ്ടാവും. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ അത് ഏത് രീതിയിലാണ്? രണ്ട് തലമുണ്ട്. There was of course the action involved in challenging and resisting foreign rule. There was also the action which led us to fight against our own social evils. രണ്ട് രീതിയിലാണ് എന്ന് പറഞ്ഞു. ടു ഫോൾഡ് ആക്ഷൻ ആണ്. ഒന്നാമത്തത് എങ്ങനെയായിരുന്നു? ദി ആക്ഷൻ ഇൻവോൾവ് ഇൻ ചലഞ്ചിങ് ആൻഡ് റെസിസ്റ്റിംഗ് ഫോറിൻ റൂൾ. ഫോറിൻ റൂളിനെ ചലഞ്ച് ചെയ്യുക, അതിനെ വെല്ലുവിളിക്കുന്നു, അതുപോലെ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. അങ്ങനെയുള്ളതാണ് ഒന്നാമത്തത്. There was also the action which led us to fight against our own social evils. അതുപോലെ തന്നെ നമ്മളെ ഫോറിൻ റൂൾസിനെ അദ്ദേഹം എങ്ങനെ വെല്ലുവിളിച്ചോ അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന, നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില സോഷ്യൽ ഈവിൽസ് ഉണ്ട്, അതിനെയും അദ്ദേഹം എന്ത് ചെയ്തു? വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പാർട്ട് ഫ്രം ദി ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺഗ്രസ്, ദ ഫ്രീഡം ഓഫ് ഇന്ത്യ and the method of peaceful action, the principal planks of the Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes and the ending of the curse of untouchability. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായി പഠിക്കുക. എന്താണ്? അപ്പാർട്ട് ഫ്രം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺഗ്രസ്. ഇനി കോൺഗ്രസ്സിന് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു അജണ്ട ഉണ്ട്, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ലക്ഷ്യം അത് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ദി ഫ്രീഡം ഓഫ് ഇന്ത്യ. അതാണ് ആ കോൺഗ്രസ് കൊണ്ട് അന്നുണ്ടായിരുന്ന, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയാണ്, അതുമായിട്ട് അന്നുണ്ടായിരുന്ന അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ആൻഡ് ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ, ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ദ കോൺഗ്രസ് വെയർ നാഷണൽ യൂണിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ദ മെത്തേഡ് ഓഫ് പീസ്ഫുൾ ആക്ഷൻ. എന്താണ്? പീസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻ. ഇത് എന്താണ്? കോൺഗ്രസിന്റെ ഒബ്ജക്റ്റീവിൽ പറയുന്നു. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് ദ കോൺഗ്രസ് വെയർ നാഷണൽ യൂണിറ്റി. ഇനി എന്താണ്? ഒരു പ്രിൻസിപ്പൽ തത്വം ഉണ്ടായിരുന്നു കോൺഗ്രസിന്. അതെന്തായിരുന്നു? നാഷണൽ യൂണിറ്റി ആയിരുന്നു. വിച്ച് ഇൻവോൾവ്ഡ് ദി സൊല്യൂഷൻ ഓഫ് ദി മൈനോറിറ്റി പ്രോബ്ലംസ്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം? അതായത് ഈ പാരഗ്രാഫിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം,
ഈ കോൺഗ്രസ് കൊണ്ട് അന്ന് ഉദ്ദേശിച്ച മെയിൻ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്, ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ സ്വാതന്ത്ര്യമായിരുന്നു. അതും ഏത് രീതിയിലാണ്? പീസ്ഫുൾ ആക്ഷൻ വഴി നമ്മുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി കോൺഗ്രസിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു തത്വം കൂടി ഉണ്ടായിരുന്നു. എന്താണ്? നാഷണൽ യൂണിറ്റി എന്നൊരു തത്വം കൂടി കോൺഗ്രസിന് അന്നുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ പെടും? നാഷണൽ യൂണിറ്റി എന്ന് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? മൈനോറിറ്റി പ്രോബ്ലംസ്, മൈനോറിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആൻഡ് റേസിങ് ദ ഡിപ്രസ്ഡ് ക്ലാസ്സസ്, അല്ലേ? സമൂഹത്തിൽ താഴ്ന്ന് അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു കുറേ ആൾക്കാരില്ലേ, ക്ലാസ്സുകളില്ലേ, വർഗ്ഗങ്ങളില്ലേ, അവരെ ഉയർത്തിക്കൊണ്ടുവരണം. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി. ഇനി അതുപോലെ തന്നെ എന്താണ്? തൊട്ടുകൂടായ്മ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ ഒരു സമൂഹത്തിൽ നിന്നും തുടച്ചു നിൽക്കണം. അപ്പോൾ ഗാന്ധിയുടെ 2-fold ആക്ഷൻസ് ചോദിച്ചാൽ, ഒന്ന് എന്തിനെതിരെ? ബ്രിട്ടീഷ് റൂളിനെതിരെ, ഒന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ചില സോഷ്യൽ ഈവിൾസിനെതിരെ. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ്. ഓക്കെ, ഇനി കോൺഗ്രസിൻ്റെ 2 കാര്യങ്ങൾ ചോദിച്ചാൽ, ഒന്ന് മെയിൻ ഒബ്ജക്റ്റീവ് ഒബ്വിയസ്ലി നമ്മുടെ ഫ്രീഡമാണ്. അടുത്തത് എന്താണ്? നമ്മുടെ നേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, നാഷണൽ യൂണിറ്റി. അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ ആണേ. നെക്സ്റ്റ് പാരഗ്രാഫ്. Realizing that the main probes of British rule was fear, prestige and cooperation of the people and certain classes whose vested interests were centered in British rule, Gandhiji attacked these foundations. Titles were to be given up and through the title holders responded to this only in small measure. The popular respect of these British given titles disappeared. Realizing that the main probes of British rule were fear. എന്താണ്? മനസ്സിലാക്കി. എന്താണ്? ബ്രിട്ടീഷുകാരുടെ മെയിൻ ആയിട്ടുള്ള തൂണ് അല്ലെങ്കിൽ ഒരു ആയുധം, ആധാരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിയർ ആയിരുന്നു എന്ന് മനസ്സിലാക്കി. ഫിയർ, പ്രസ്റ്റീജ് ആൻഡ് കോപ്പറേഷൻ ഓഫ് ദി പീപ്പിൾ. ഫിയറും അതുപോലെ പ്രസ്റ്റീജും ജനങ്ങളുടെ കോപ്പറേഷനും ഒക്കെ ആണ് എന്ന് മനസ്സിലാക്കി. ആൻഡ് സർട്ടൻ ക്ലാസസ് ഹൂസ് വെസ്റ്റഡ് ഇൻട്രസ്റ്റഡ് വെയർ സെൻറ്റേർഡ് ഇൻ ബ്രിട്ടീഷ് റൂൾ. ഇനി കുറച്ച് ആൾക്കാരുണ്ട്, ചില ക്ലാസ്സസ് ആൾക്കാരുണ്ട്, അവർക്ക് ബ്രിട്ടീഷ് റൂളിനകത്താണ് അവർക്ക് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ്. കാര്യം എന്താ? ഗാന്ധി അറ്റാക്ഡ് ദീസ് ഫൗണ്ടേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ക്ലാസ്സിലെ ആൾക്കാർക്ക് ബ്രിട്ടീഷുകാരോട് ഒരു ചായ്വുണ്ട്, അവരുടെ ചില ഇൻട്രസ്റ്റുകൾ നടക്കും. അപ്പം ഗാന്ധിജി അവരെ എന്ത് ചെയ്തു? ആ രീതിയിൽ അറ്റാക്ക് ചെയ്തു. Titles were to be given up and through the title holders responded to this only in small measure. The popular respect for these British given titles disappeared. ടൈറ്റിൽസ് കൊടുക്കുമായിരുന്നു, ഓരോ പദവികൾ. അപ്പം അതുകൊണ്ട് കുറച്ച് ആൾക്കാർക്ക് എന്താണ്, ഈ ഒരു ബ്രിട്ടീഷ് റൂളിനെ അവർ കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. കാര്യം അവർക്ക് കുറച്ച് പദവികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? അതിനെ അറ്റാക്ക് ചെയ്തു. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു? പേരുകളുടെ കൂടെ ഉണ്ടായിരുന്ന പദവികളൊക്കെ അങ്ങ് മാറ്റി. New standards and values were set up and the pomp and splendor of the viceregal court and the princess suddenly appeared supremely ridiculous. പുതിയ സ്റ്റാൻഡേർഡ്സും അതുപോലെ വാല്യൂസും ഒക്കെ അവിടെ ഉണ്ടായി. അതുപോലെ ദ പോംപ് ആൻഡ് സ്പ്ലെൻഡർ, നമ്മളുടെ ഈ ഒരു വൈസ്രീഗൽ കോർട്ട് ഉണ്ട്, നമ്മളെ ബ്രിട്ടീഷ് രാജ്ഞി വന്ന് ഭരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു പകിട്ടും അതുപോലെ അതിൻ്റെ ഗാംഭീര്യവും പൊലിമയൊക്കെ അങ്ങ് പോയി. ആൻഡ് ദ പ്രിൻസസ് സഡൻലി അപ്പിയർഡ് സുപ്രീംലി റെഡിക്കുലസ്. എന്താണ് ശരിക്കും അവരെന്തായി മാറി? ഈ ഒരു ഇതൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും ഒരു റിഡിക്കുലസ്, പരിഹാസ്യപരമായ രീതിയിലായി മാറി അവരുടെ ആ ഒരു കാര്യങ്ങളെല്ലാം. റിച്ച് മെൻ വെയർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോൺ ദെയർ റിച്ചസ് ഔട്ട്വേർഡ്ലി, അറ്റ് ലീസ്റ്റ് മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപിളർ വേസ് ആൻഡ് ഇൻ ദെയർ ഡ്രസ് ബിക്കെയിം ഓൾമോസ്റ്റ് ഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്ക്. എന്താണ്? റിച്ച് മെൻ, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, വെയർ നോട്ട് സോ ആങ്ഷ്യസ് ടു ഫ്ലോൺ ദെയർ റിച്ചസ്, അവരുടെ റിച്ച്നെസ് കാണിക്കാനായിട്ട് അവരങ്ങ് റിച്ച്നെസ് അങ്ങ് മോടി പിടിപ്പിച്ച് അവരെ മോടി കാട്ടാനായിട്ട് അവർ ആങ്ഷ്യസ് ആയില്ല. ഔട്ട്വേർഡ്ലി അറ്റ് ലീസ്റ്റ് മെനി ഓഫ് ദം അഡോപ്റ്റഡ് സിംപിളർ വേസ്, കൂടുതൽ പേരും മിക്കവാറും ഉള്ളവരെല്ലാം സിമ്പിൾ ആയിട്ടുള്ള രീതിയിലായി. ആൻഡ് ഇൻ ദെയർ ഡ്രസ്, ഇനി അവരുടെ ഡ്രസ്സിങ്ങിൽ പോലും ബിക്കെയിം ഓൾമോസ്റ്റ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഹംബ്ലർ ഫോക്സ്. എന്താണ്? ഡ്രസ്സിങ്ങിൽ പോലും സാധാരണ ആൾക്കാരിൽ നിന്നും അവർ വ്യത്യസ്തരൊന്നും ആയിരുന്നില്ല. പിന്നീടുണ്ടായ മാറ്റമാണ് പറയുന്നത്. He sent us to the villages and the countryside hummed with the activity of innumerable messengers of the new gospel of action.
ഇനി ഞങ്ങളെ എങ്ങോട്ട് പറഞ്ഞു വിടുന്നു? ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിട്ടു. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പുതിയ കാര്യങ്ങളില്ലേ, പുതിയ കുറേ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഗ്രാമീണരെ അറിയിക്കണ്ടേ? അതിന് അദ്ദേഹം ഞങ്ങളെയൊക്കെ എങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു? ഗ്രാമങ്ങളിലേക്ക് കൂടി പറഞ്ഞു വിട്ടു. The peasant was shaken up and he began to emerge from his shell. അതുവരെയും കൃഷിക്കാർ എവിടെ ഇരിക്കുകയായിരുന്നു? അവരുടെ ഒരു ഷെല്ലിനകത്ത്. ഒരു നമ്മൾ ഈ പൊട്ടക്കിണറ്റിലെ തവള എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവരെന്താണ്, ഇവരുടേതായ ഒരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അതാണ് ഷെല്ലെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും അവർ പുറത്തിറങ്ങാനായിട്ട് തുടങ്ങി. The effect on us was different but equally far reaching. For we saw for the first time as it were the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. ഇനി നമ്മൾ പോയി ഗ്രാമവാസികളെ കാണാൻ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിയില്ലേ, ഇനി അതിൻ്റെ എഫക്റ്റാണ്. വാസ് ഡിഫറെൻറ്റ് ബട്ട് ഈക്വലി ഫോർ റീച്ചിങ് ഫോർ വി സോ. ഇനി ഞങ്ങൾ പലതരത്തിലുള്ള രീതിയിലുള്ള റിയാക്ഷൻസാണ് കണ്ടത്. അതിൻ്റെ എഫക്റ്റ് പല രീതിയിൽ ഞങ്ങൾ കണ്ടു അല്ലേ. ഫലങ്ങൾ നമ്മൾ പോയി ആൾക്കാർ സംസാരിക്കുന്നു, എല്ലാവരും ഒരുപോലെയാണോ? അല്ല, പല രീതിയിൽ കണ്ടു. വില്ലേജർ ഇൻ ദ ഇൻറ്റിമസി ഓഫ് ഹിസ് മഡ് ഹട്ട്. അവരുടെ ആ ഒരു മഡെന്ന് ചെളി കൊണ്ടുണ്ടാക്കി അവരുടെ ആ ഒരു ഹട്ട്, അവരുടെ കുടിലിനകത്ത് കാണിച്ചിരുന്ന അവരുടെ ആ ഒരു ഇൻറ്റിമസി ആൻഡ് വിത്ത് ദി സ്റ്റാർക്ക് ഷാഡോ ഓഫ് ഹങ്കർ ഓൾവേസ് പർഷ്യൂയിങ്. അതുപോലെ തന്നെ അവരെന്ത് പെർസീവ് ചെയ്യുന്നുണ്ടായിരുന്നു? അവരെന്ത് പിന്തുടരുന്നുണ്ടായിരുന്നു? വിശപ്പിൻ്റെ ആ ഒരു നിഴൽ എപ്പോഴും അവരെ, കഠിനമായ ആ ഒരു നിഴൽ അവരെ എപ്പോഴും പിന്തുടരുന്നു. വി ലേൺഡ് അവർ ഇന്ത്യൻ എക്കണോമിക്സ് മോർ ഫ്രം ദീസ് വിസിറ്റ്സ് ദാൻ ഫ്രം ബുക്സ് ആൻഡ് ലേൺഡ് ഡിസ്കോഴ്സസ്. എന്താണ് ഇന്ത്യൻ എക്കണോമിക്സ്? നമ്മളെ സിനിമയിലൊക്കെ പറയുന്ന കണക്ക് ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ എങ്ങോട്ടേക്ക് ഇറങ്ങണം? ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണം എന്ന് പറയില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണം. പുസ്തകങ്ങളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ എന്ന് പറയില്ലേ, അതുപോലെ ഇവിടെ എന്താണ് എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമിക് എന്താണ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഒരുപാട് ഡിസ്കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആയിരുന്നില്ല യഥാർത്ഥ ഇന്ത്യൻ എക്കണോമിക്സ് എന്താണ് എന്ന് ആ ഒരു ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയ ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ദ ഇമോഷണൽ എക്സ്പീരിയൻസ് വി ഹാഡ് ഓൾറെഡി അണ്ടർഗോൺ വാസ് എംഫസൈസ്ഡ് ആൻഡ് കൺഫേംഡ് ആൻഡ് henceforward there could be no going back for us to our old life or old standards. എന്താണ് ഇവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുടെ ജീവിതം, ആ ഒരു കുഞ്ഞ് സ്മോൾ മഡ് ഹട്ടാണ് അവർക്കുള്ളത്. പക്ഷെ അതിനോട് അത് എത്രത്തോളം ഇൻറ്റിമസി, എത്ര ആത്മാർത്ഥത, എത്ര അടുപ്പം ജനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വിശപ്പ്, അതിൻ്റെയൊക്കെ വില, അതൊക്കെ എവിടെ മനസ്സിലാക്കി? അവർ ഇറങ്ങിച്ചെന്നപ്പോൾ മനസ്സിലാക്കി. ഇമോഷണൽ ആയിട്ടുള്ള എഫക്റ്റാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരിക്കലും ഞങ്ങൾക്ക് എന്തുണ്ടാവില്ല, പഴയ ഒരു സ്റ്റാൻഡേർഡ് ഇവർ കീപ്പ് ചെയ്തിരുന്നു, അങ്ങോട്ടേക്ക് അത്രയും സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ ഇനി നമ്മളെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് എന്താണ്, അവർ ഇമോഷണലി എഫക്റ്റഡ് ആയി മാറി. What was the idea of India which he was setting out to mold according to his own wishes and ideals? ഇനി ഗാന്ധിജി കണ്ട സ്വപ്നം, ഗാന്ധിജി കണ്ട ഇന്ത്യ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നില്ലേ, ആ കാര്യമാണ്. വാട്ട് വാസ് ദ ഐഡിയ ഓഫ് ഇന്ത്യ വിച്ച് ഹി വാസ് സെറ്റിംഗ് ഔട്ട് ടു മോൾഡ്. ഗാന്ധിജി രൂപപ്പെടുത്തിയെടുക്കണം എന്നാഗ്രഹിച്ച ഇന്ത്യ ഉണ്ട്. അക്കോർഡിംഗ് ടു ഹിസ് ഓൺ വിഷസ് ആൻഡ് ഐഡിയൽസ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കണം എന്നാഗ്രഹിച്ച ഒരു ഇന്ത്യ ഉണ്ട്. എങ്ങനെയായിരുന്നു അത്? ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പാരഗ്രാഫ്, കൃത്യമായി വായിക്കുക. ഓക്കെ. I shall work for an Indian in which the poorest shall feel that it is their country. ഞാനൊരു ഇന്ത്യക്ക് വേണ്ടി കഷ്ടപ്പെടും, ഒരു ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യും. ആ ഇന്ത്യയിൽ സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർക്ക് എന്ത് തോന്നണം? ആ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, അവരുടെ രാജ്യമാണ്, പാവങ്ങളുടെ രാജ്യമാണ് എന്ന് അവർക്ക് തോന്നണം. In those making they have an effective voice. An India in which there shall be no high class and low class of people. An India in which all communities shall live in perfect harmony. എന്താണ്? വലിപ്പച്ചെറുപ്പമില്ലാതെ, ഹൈ ക്ലാസ്സും ലോ ക്ലാസ്സും എന്നുള്ള ഡിഫറൻസ് ഇല്ലാതെ, കാസ്റ്റോ കമ്മ്യൂണിറ്റിയോ ഒന്നും നോക്കാതെ, അൺടച്ചബിലിറ്റി ഒന്നും ഉണ്ടാകാതെ, എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്ന രീതിയിൽ ജീവിക്കാൻ സാധിക്കണം. അങ്ങനത്തെ ഒരു ഇന്ത്യയാണ് ആര് സ്വപ്നം കണ്ടത്? ഗാന്ധിജി സ്വപ്നം കണ്ടത്. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. കണ്ടോ? എന്താണ്? തൊട്ടുകൂടായ്മയില്ലാത്ത, അതുപോലെ തന്നെ മദ്യമോ മയക്കുമരുന്നോ ഡ്രിങ്ക്സും ഡ്രഗ്സും ഒന്നുമില്ലാത്ത ഒരു ഇന്ത്യ. വിമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് as men. ഇനി അത് മാത്രമാണോ? സ്ത്രീകൾക്ക് ആരുടെ പോലെ തന്നെയുള്ള അവകാശങ്ങളുണ്ട്, പുരുഷന്മാരുടെ പോലെ അവകാശങ്ങൾ ആർക്കുമുണ്ട്? സ്ത്രീകൾക്കുമുണ്ട്.
ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. ഇതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ. ഇത്രയുമാണ്. ഐ ഷോൾ വോക്ക് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടില്ലേ, അതുപോലെ ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്ന് പറഞ്ഞ് നിർത്തുന്നു. അവിടം വരെയാണത്. പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഹെറിറ്റൻസ് as he was, he tried to give to Hinduism a kind of universal attire and included all religions with the fold of truth. ഇനി അദ്ദേഹത്തിൻ്റെ ഹിന്ദുയിസം എന്നുള്ള ഐഡിയ എന്താണെന്ന് നോക്കിക്കൊള്ളുക. അദ്ദേഹം അതിന് കൊടുത്തിരുന്നത് ഒരു യൂണിവേഴ്സൽ അറ്റയർ ആണ്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വസ്ത്രം പോലെയാണ് എന്തിനെ പറയുന്നത്, ഹിന്ദുയിസത്തെ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ് വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. എല്ലാത്തിനെയും, എല്ലാ മതങ്ങളെയും വിത്തിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്തിൻ്റെ ഒരു പിടിയിൽ ഒരുമിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഹി റെഫ്യൂസ് ടു നാരോ ഹിസ് കൾച്ചറൽ ഇൻഹെറിറ്റൻസ്. കൾച്ചറൽ ആയിട്ടുള്ള ഈ ഒരു പാരമ്പര്യം അദ്ദേഹം വെറുതെ ഇടുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ നാരോ ആക്കി അദ്ദേഹം കാണിക്കില്ല. ഇന്ത്യൻ കൾച്ചർ, ഹി റോട്ട്, ഈസ് നൈദർ ഹിന്ദു, ഇസ്ലാമിക് നോർ എനി അതർ ഹോളി. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എന്താണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ? ഒന്ന് ഹിന്ദുവോ അല്ലെങ്കിൽ മുസ്ലിമോ അല്ലെങ്കിൽ വേറെ മതമോ ഒന്നുമല്ല, എല്ലാത്തിൻ്റെയും ഒരു മിക്സ്ചറാണ്, എല്ലാത്തിൻ്റെയും ഒരു ഫ്യൂഷനാണ്. Again he said, I want the culture of all lands to be blown about my house as freely as possible. എല്ലാ കൾച്ചറും അല്ലെങ്കിൽ എല്ലാ ലാൻഡിൻ്റെയും കൾച്ചർ എൻ്റെ നാട്ടിൽ ഒരുപോലെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ റെഫ്യൂസ് ടു ലിവ് ഇൻ അതർ പീപ്പിൾസ് ഹൗസസ് ആസ് ആൻ ഇൻ്റർലൂപ്പർ. ഞാൻ ഇപ്പം എന്താണ്, എല്ലാ നാടിൻ്റെയും കൾച്ചർ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് ഓരോ രാജ്യത്തും പോയി താമസിക്കണം, ഓരോ വീട്ടിലും ഒരു നുഴഞ്ഞുകയറ്റക്കാരനെ പോലെ, ഒരു ഇൻ്റർലൂപ്പറിനെ പോലെ താമസിക്കണോ? ഇല്ല, എല്ലാം എങ്ങോട്ട് വരണം? എൻ്റെ മണ്ണിൽ, എൻ്റെ ലാൻഡിൽ വരണം, എൻ്റെ വീട്ടിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ മതങ്ങളും ഒരുമിച്ചുള്ള എൻ്റെ നാട് എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. But I refuse to be blown off my feet by any. I refuse to live in other people's houses as an interloper, a beggar or a slave. Influenced by modern thought currents, he never let go of his root and clung to them tenaciously. അദ്ദേഹത്തിന് കുറച്ച് നയങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അദ്ദേഹം ഉറപ്പായും അതിൽ ചാഢ്യമുള്ളതാണ്. അതിന് ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് എപ്പോഴും എന്താണ്, ഒരു മുറുകെ പിടിച്ച് ഇരിക്കുന്നതാണ്, പറ്റിച്ചേർന്നിരിക്കുന്നതാണ്. അതിനെന്തില്ല, മാറ്റമുണ്ടാകില്ല. എന്താണ്, അദ്ദേഹം എന്ത് ചെയ്യില്ല, പുതിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ റൂട്ട്സ് ഓഫ് തോട്ട്സ് അതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഒന്നും പുറകെ പോകുന്ന ഒരാളല്ല ആര്, ഗാന്ധി. അദ്ദേഹത്തിൻ്റെതായ കുറേ കോൺസെപ്റ്റ്സ് ഉണ്ട്, കുറേ ചിന്തകളുണ്ട്. അതിലെല്ലാം അദ്ദേഹം എന്ത് ചെയ്യും, എപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന ഒരാളാണ്. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. ഇനി എന്താ പറയുന്നത്, ഗാന്ധിജിയെ പറ്റി നെഹ്റു പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ്. It is not surprising that this astonishingly vital man, ഇനി ഗാന്ധിജിയുടെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണ്, അത്ഭുതകരമായ ഒരു മനുഷ്യൻ, വളരെ ശക്തനായ ഈ ഒരു മനുഷ്യൻ, ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, എന്താണ്, വളരെ ആത്മവിശ്വാസമുള്ള മനുഷ്യനാണ്. ആൻഡ് ആൻ അൺയൂഷ്വൽ കൈൻഡ് ഓഫ് പവർ, അദ്ദേഹത്തിന് എന്താണ്, ആർക്കുമില്ലാത്ത, വളരെ യൂഷ്വൽ അല്ല, അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പവറുള്ള ഈ മനുഷ്യൻ, സ്റ്റാൻഡിങ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഇക്വാലിറ്റിക്കും ഫ്രീഡത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഈ മനുഷ്യൻ, ഫാസിനേറ്റഡ് ദി മാസ് ഓഫ് ഇന്ത്യ ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്. അദ്ദേഹം എന്തുപോലെയാണ് മറ്റ് ജനങ്ങളെ എങ്ങനെയാണ് ഫാസിനേറ്റ് ചെയ്യുന്നു, ആകർഷിക്കുന്നു. ആൻഡ് അട്രാക്റ്റഡ് ദം ലൈക്ക് എ മാഗ്നറ്റ്, എന്താണ്, അവരെ എന്തുപോലെ ആകർഷിക്കുന്നു, ഒരു മാഗ്നറ്റ് പോലെ. അതെന്തല്ലെന്നാ പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ്. അത് ഒരു അത്ഭുതം തോന്നില്ല, അത്രത്തോളമാണ് ഗാന്ധിജിയുടെ അതിനുള്ള കഴിവ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ക്യാരക്ടർ മറ്റുള്ളവരിൽ എന്തുണ്ടാകുന്നു, അട്രാക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു അത്ഭുതം അല്ല. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to the future of life and hope. ഇനി അദ്ദേഹം എന്തുപോലെയാണ്, he seemed to them, അവരെ മുന്നിൽ അദ്ദേഹത്തെ എങ്ങനെ കാണപ്പെട്ടു, ലൈക്ക് എ ലിങ്ക്, ഒരു കണക്ഷൻ ലിങ്ക് പോലെ, തമ്മിലുള്ള പാസ്റ്റ് വിത്ത് ദ ഫ്യൂച്ചർ, കഴിഞ്ഞ കാലത്തെ ഫ്യൂച്ചറുമായി കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് അദ്ദേഹം. And to make the dismal present appear just a stepping stone to the future life and hope. എന്താണ്,
ഈ ഒരു ഇരുണ്ട അല്ലെങ്കിൽ നിരാശാജനകമായ ഈ ഒരു പ്രസന്റ് എന്തുപോലെ കാണപ്പെട്ടു? ജസ്റ്റ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ ഫ്യൂച്ചർ ഓഫ് ലൈഫ് ആൻഡ് ഹോപ്പ്. നാളെ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ എന്താണ് നല്ല ജീവിതത്തിൻ്റെ ഒരു നാളെയുണ്ട്, അതിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ എന്തിനെ കാണപ്പെടുന്നുള്ളൂ? ഈ ഇരുണ്ട പ്രസൻറ്റിനെ കാണപ്പെടുന്നുള്ളൂ. Thus he effected a vast psychological revolution not only among those who followed his lead but also among his opponents and those many neutrals who could not make up their minds what to think and what to do. Thus he effected a vast psychological revolution. അങ്ങനെ അദ്ദേഹം എങ്ങനെ എഫക്റ്റ് ചെയ്തു? വലിയൊരു സൈക്കോളജിക്കൽ റെവല്യൂഷനെ അദ്ദേഹം എഫക്റ്റ് ചെയ്തു. നോട്ട് ഓൺലി എമംഗ് ദോസ് ഹു ഫോളോഡ് ഹിസ് ലീഡ്. അദ്ദേഹത്തിൻ്റെ പിറകെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ഫോളോ ചെയ്ത് വരുന്ന ആൾക്കാരെ മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരെയും അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്? ബട്ട് ഓൾസോ എമംഗ് ഹിസ് ഓപ്പോണൻസ്. അദ്ദേഹത്തിൻ്റെ എതിരാളികളെ പോലും അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ആൻഡ് ദോസ് മെനി ന്യൂട്രൽസ്, ഇതിലൊന്നും വിടാത്ത കുറേ ആൾക്കാരുണ്ട്, അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഹൂ കുഡ് നോട്ട് മേക്ക് അപ്പ് ദെയർ മൈൻഡ്സ് വാട്ട് ടു തിങ്ക് ആൻഡ് വാട്ട് ടു ഡു. എന്താണ് ന്യൂട്രൽസ് ആയിട്ടുള്ള ആൾക്കാർ? അവരൊക്കെ പ്രത്യേകത എന്താ? എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം എന്ന് അവരുടെ മനസ്സിൽ എങ്ങനെ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കണമോ എന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന ആൾക്കാരെ പോലും ആര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? ഗാന്ധിജി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോ. ഇത് ചുരുക്കി പറയാൻ പറ്റും, വളരെ വളരെ ചുരുക്കി പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ നേതാവ്, നമ്മുടെ രാഷ്ട്രപിതാവിനെ പറ്റി അതേപോലെ തന്നെ മഹത്തായ ഒരാൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ള കാര്യമായി ദയവ് ചെയ്ത് കാണരുത്. മനസ്സിലാക്കണം. നമ്മൾ വന്ന വഴി, നമ്മളെ ഈ രീതിയിൽ നമ്മൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഒരു മാർഗം, നമ്മളുടെ ലൈഫിന് ഇത്രത്തോളം സ്വാതന്ത്ര്യം നേടിത്തരാൻ എത്രത്തോളം ആൾക്കാർ ഏതൊക്കെ രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആരുടെ നേതൃത്വമാണ് ഇതിനൊക്കെ കാരണമായത് എന്ന് അതിൻ്റെ അനുഭവസ്ഥർ നമ്മളോട് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇത് പഠിക്കാനായിട്ട് തരുന്നത് ഒരിക്കലും നിങ്ങളിത് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പല തരത്തിലുള്ള കഥകളും കവിതകളും ഒക്കെ തരാം. നിങ്ങൾക്കിത് തന്നിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കാനാണ്. നേതൃത്വ പാഠവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള കുറേയേറെ വർക്ക്സാണ്. ഇതിന് മുമ്പ് പഠിച്ചതെല്ലാം അങ്ങനെയാണ്. ഇതും അങ്ങനെ തന്നെ ആകണം. പഠിക്കാനുള്ളതായി മാത്രമായി കാണരുത്. മനസ്സിലാക്കി എടുക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരിക്കൽ ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ എന്താണ്? ഇങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ഭാവി തലമുറ ചിലപ്പോൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ഗാന്ധിജിയെ പറ്റി. അത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഇനിയും നിങ്ങൾ ശ്രമിക്കുക. ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് അതിനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ്, അല്ലാതെ ചോദ്യോത്തരങ്ങൾ തരുന്നതിന് ഒട്ടും വിഷമം ഉണ്ടായിട്ടല്ല. സമയം കിട്ടിയാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ചോദ്യോത്തരങ്ങൾ എടുക്കുന്നതായിരിക്കും. ഞാൻ 3rd സ്റ്റാൻഡേർഡ് തൊട്ട് +2 വരെയുള്ള ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. +2 തന്നെ ഇപ്പം ഞാൻ വളരെ കുറച്ച് ക്ലാസ്സുകളെ എടുത്തിട്ടുള്ളൂ. അടുത്ത വർഷത്തേക്ക് നിങ്ങളെ +2 ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. കുറേയേറെ ക്ലാസ്സുകൾ എടുക്കുന്നത് കൊണ്ട് കുറച്ച് സമയത്തിൻ്റെ പ്രശ്നം എനിക്കുള്ളത് കൊണ്ടാണ് എല്ലാം കുറച്ച് ലേറ്റായി പോകണം. നോട്ട്സ് തരാനൊന്നും ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ +1കാരോട് ഞാൻ പറയുന്നു, സ്വന്തമായിട്ട് തന്നെ എഴുതാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുടെ അടുത്ത് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്, നമ്മൾക്ക് കൂടുതലും നമ്മുടെ വീഡിയോസ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നഷ്ടവുമുള്ള കാര്യമല്ല. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങളൊന്ന് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. യാതൊരു നിർബന്ധവുമില്ല. ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ടത് പഠിക്കുക. ചോദ്യോത്തരങ്ങൾക്ക് സ്വന്തമായി ഒന്ന് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒക്കുമെങ്കിൽ ഇതിൻ്റെ ഒരു ബ്രീഫ് സമ്മറി സ്വന്തമായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.